ഉള്ളം പിടഞ്ഞ് ഉള്ളൊഴുകി നിൽക്കുകയാണ് വയനാട് മുണ്ടക്കൈയിൽ ഉരുൾപൊട്ടലിൽ കാണാതായവർക്കായുള്ള തിരച്ചിൽ ഇന്നും തുടരും. 40 ടീമുകൾ 6 സെക്ടറുകളായി തിരിഞ്ഞാണ് പരിശോധന നടത്തുക. പോലീസിനൊപ്പം നേവിയും കോസ്റ്റ് ഗാർഡും വനം വകുപ്പും ചാലിയാർ കേന്ദ്രീകരിച്ചുള്ള തിരച്ചിലിന്റെ ഭാഗമാകും. മണ്ണിൽ പുതഞ്ഞ മൃതദേഹം കണ്ടെത്താൻ ദില്ലിയിൽ നിന്ന് ഡ്രോൺ ബേസ്ഡ് റഡാർ നാളെ എത്തിക്കും. ഇടവിട്ട് പെയ്യുന്ന മഴ തിരച്ചിൽ നിന്നും വെല്ലുവിളിയാകുമോ എന്നാണ് ആശങ്ക. 91 ക്യാമ്പുകളിലായി 9328 പേരെയാണ് ഇതിനോടകം മാറ്റിപ്പാർപ്പിച്ചത്. ദുരന്തബാധിത മേഖലയിൽ നിന്ന് തത്സമയ വിവരങ്ങളുമായി ടീം റിപ്പോർട്ടർ പ്രേക്ഷകർക്കൊപ്പം തുടരുകയാണ്. ഞങ്ങളുടെ റിപ്പോർട്ടർമാർ അല്പസമയത്തിനോടകം തന്നെ പ്രേക്ഷകരിലേക്ക് എത്തും. വലിയ രക്ഷാപ്രവർത്തനമാണ് ഇന്ന് നടക്കാനുള്ളത്. രക്ഷാപ്രവർത്തനത്തിന്റെ വേഗം ഇന്ന് കൂടും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. വിവരങ്ങളുമായി അൽ അമീൻ തോട്ടുമുക്ക് ചൂരൽമലയിൽ നിന്ന്, ദീപക് മലയമ്മ, ദിലീപ് ദേവസ്യ എന്നിവരാണ് വിവിധ മേഖലകളിൽ നിന്ന് പ്രേക്ഷകർക്കൊപ്പം തത്സമയം ചേരുക. ആദ്യം അൽ അമീനിലേക്കാണ്. അമീൻ, 4ാമത്തെ പ്രഭാതമാണ്. കണ്ണീരണിഞ്ഞു നിൽക്കുകയാണ് വയനാട്. കൂടുതൽ രക്ഷാഹസ്തങ്ങൾ വയനാടിനെ ചേർത്ത് അണയ്ക്കുന്നുണ്ട്. നിരവധി ആളുകൾ ഇപ്പോഴും മണ്ണിനടിയിൽ കിടപ്പുണ്ട്. ആരും ജീവനോടെ ഇല്ല എന്നുള്ള കാര്യം സൈന്യം ദുഃഖപൂർവമാണെങ്കിലും അറിയിച്ച കാര്യം മുഖ്യമന്ത്രി അറിയിച്ചിട്ടുണ്ട്. ചൂരൽമലയിൽ രാവിലത്തെ കാഴ്ചകൾ എങ്ങനെയാണ്? എപ്പോഴാണ് രക്ഷാപ്രവർത്തനം ആരംഭിക്കുക? അമീൻ, അല്പസമയത്തിനകം രക്ഷാപ്രവർത്തകരെ വിവിധ മേഖലകളിലേക്ക് കടത്തിവിടും. ചൂരൽമലയിൽ നിന്ന് നിലവിൽ വലിയ നിയന്ത്രണം ഇന്ന് പ്രദേശത്ത് ഏർപ്പെടുത്തിയിട്ടുണ്ട്. അധികം വാഹനങ്ങളൊന്നും, ആംബുലൻസ് പോലും പാസ് നൽകി നിയന്ത്രണത്തോടുകൂടി മാത്രമാണ് പ്രദേശത്തേക്ക് കടത്തിവിടുന്നത്. നമ്മളെയും വാഹനം പാതി വഴിയിൽ തടഞ്ഞു. നമ്മളിപ്പോൾ ചൂരൽമലയിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന വഴിയാണ്. ഇന്ന് 6 മേഖലകളായി ചൂരൽമല ഒപ്പം മുണ്ടക്കൈ മേഖലകളെ 6 സോണുകളായി തിരിച്ചു. ദുരന്തബാധിത മേഖലകളെ 6 സോണുകളായി തിരിച്ചുകൊണ്ടാണ് ഇന്ന് മുതൽ തിരച്ചിൽ ആരംഭിക്കുന്നത്. 40 അംഗ സംഘമാണ് ഇന്ന് മുതലുള്ള പരിശോധനകൾക്ക് നേതൃത്വം നൽകുന്നത്. അതിൽ ആർമിയുടെ അംഗങ്ങളുണ്ടാകും, NDRFന്റെ സംഘമുണ്ടാവും, കോസ്റ്റ് ഗാർഡിന്റെയും നേവിയുടെയും ഉൾപ്പെടെയുള്ള സന്നദ്ധ പ്രവർത്തകരെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു പരിശോധനയാണ് ഇന്ന് നടക്കുന്നത്. ദുരന്ത മേഖലയെ 6 ആയി തിരിച്ചിട്ടുണ്ട്. ഒപ്പം ഈ ഓരോ സംഘത്തിലും 3 നാട്ടുകാരെയും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നാട്ടുകാരുടെ സഹായം കൂടി തേടുകയാണ്. കാരണം ഉള്ളിലോട്ടൊക്കെ ഉള്ള പ്രദേശങ്ങളിൽ നാട്ടുകാർക്കാണ് വ്യക്തമായി ആ സ്ഥലങ്ങൾ അറിയാവുന്നത്. അതുകൊണ്ട് അവരുടെ കൂടി സഹായം തേടിക്കൊണ്ടാണ് ഇന്ന് മുതൽ പരിശോധന ആരംഭിക്കുന്നത്. അതോടൊപ്പം ഒരു വനംവകുപ്പ് ജീവനക്കാരനെയും ഈ ഓരോ സംഘത്തിലും ഉൾപ്പെടുത്തും. കൃത്യമായി പ്രദേശത്തെക്കുറിച്ച് ധാരണയുള്ള, പ്രദേശത്തെക്കുറിച്ച് അറിയാവുന്ന ആളുകളെ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു പരിശോധനയാണ് ഇന്ന് നടക്കുന്നത്. ഈ മണ്ണിനടിയിൽ പുതഞ്ഞു പോയ നിരവധി ആളുകളുണ്ട്. ഏതാണ്ട് 240ഓളം ആളുകളെ കുറിച്ചാണ് ഇപ്പോഴും വിവരമില്ലാത്തത്. അതിൽ ഏറിയ പങ്കും മരണത്തിന് കീഴടങ്ങാൻ തന്നെയാണ് സാധ്യത എന്നുള്ളതാണ് സൈന്യം അറിയിച്ചിട്ടുള്ളത്. അവർ ജീവനോടെ ഇരിക്കാൻ ഒരു പ്രതീക്ഷയുമില്ല, ഒരു വകയുമില്ല എന്ന് സൈന്യം ഇന്നലെ അറിയിച്ചതായി മുഖ്യമന്ത്രി വ്യക്തമാക്കിയിട്ടുണ്ട്. അപ്പോൾ സ്വാഭാവികമായും ഈ മണ്ണിനടിയിൽ പരിശോധന നടത്തുമ്പോൾ ഇന്നലെയും മിനിഞ്ഞാൽ നമുക്ക് നമ്മൾ കണ്ടൊരു പരിമിതി എന്ന് പറയുന്നത് ഈ മൺവെട്ടിയും അതുപോലെ തന്നെ മറ്റുപകരണങ്ങളും ഒക്കെ വെച്ചാണ് കൂടുതലും രക്ഷാപ്രവർത്തനം നടന്നത്. ഇന്ന് ഈ ബെയിലി പാലം കൂടി തുറന്നൊരു സാഹചര്യത്തിൽ കൂടുതൽ ഹിറ്റാച്ചികളും JCBകളും ഒക്കെ ഈ ദുരന്തബാധിത മേഖലകളിലേക്ക് ഈ 6 സോണുകളിലേക്കും കടത്തിവിടുമെന്നുള്ളതാണ്. അവിടെ ഈ JCBകളുടെയൊക്കെ സഹായത്തോടു കൂടി പരിശോധന നടത്താനാകും. പക്ഷെ അപ്പോഴുമുള്ളൊരു വെല്ലുവിളി, പല പ്രദേശങ്ങളും കുഴികളായി കിടന്ന പ്രദേശങ്ങളൊക്കെ മണ്ണും കല്ലും ഒക്കെ വന്ന് മൂടിയിട്ട് വലിയ രീതിയിൽ നിവന്നിരിക്കുന്ന ഒരു സാഹചര്യം. അതായത് 6 ആൾ പൊക്കത്തിൽ വരെ മണ്ണ് വീണ് പ്രദേശം, കുഴികളായ പ്രദേശമൊക്കെ തന്നെ നിവന്നു പോയി, ലെവൽ മട്ടത്തിനായിട്ടുണ്ട്. സ്വാഭാവികമായും അത്രയും താഴ്ചയിലേക്കൊക്കെ ആളുകൾ പോയിട്ടുണ്ടെങ്കിൽ അവിടെ നിന്നൊക്കെ ആളുകളെ കണ്ടെത്തുക എന്നുള്ളത് അത് JCB ഉപയോഗിച്ചായിരുന്നാലും ഹിറ്റാച്ചി ഉപയോഗിച്ചായിരുന്നാലും നടത്തുന്ന പരിശോധനയിലും വളരെ ശ്രമകരമായ ദൌത്യമാണ്. അതുകൊണ്ട് തന്നെ ഈ ഏതൊക്കെ പ്രദേശങ്ങളിൽ മണ്ണിനടിയിൽ മനുഷ്യ സാന്നിധ്യമുണ്ട് എന്ന് ആദ്യം തിരിച്ചറിയണം. അതിന് ഡൽഹിയിൽ നിന്ന് ഡ്രോൺ ബേസ്ഡ് റഡാർ സംവിധാനം നാളെ എത്തിക്കുമെന്നുള്ളതാണ് ലഭിക്കുന്ന വിവരം. അതോടൊപ്പം ഈ മനുഷ്യ സാന്നിധ്യം കണ്ടെത്താൻ പരിശീലനം ലഭിച്ച കടാവർ നായകളുടെ സേവനവും സംഘം ഉപയോഗപ്പെടുത്തുന്നുണ്ട്. ഇതിനോടകം 6 കടാവർ നായകൾ ഈ രക്ഷാപ്രവർത്തനത്തിന് സഹായിച്ച് ഒപ്പം ചേരുന്നുണ്ട്. തമിഴ്നാട്ടിൽ നിന്ന് 4 കടാവർ സംഘം നായകൾ കൂടി ഇവിടേക്ക് തിരിച്ചിട്ടുണ്ട്. അങ്ങനെ 10 കടാവർ സംഘം നായകളും ഈ രക്ഷാപ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകും, അതിൽ പങ്കാളികളാവുകയും ചെയ്യും. അതോടൊപ്പം തന്നെ ചാലിയാർ കേന്ദ്രീകരിച്ചും സമാന്തരമായ ഒരു പരിശോധന പോലീസും അതുപോലെ തന്നെ ഉദ്യോഗസ്ഥരും നടത്തുകയാണ്. 3 തരത്തിലുള്ള പരിശോധനയാണ് ഒരേ സമയം ചാലിയാറിൽ നടത്തുക. ഒന്ന്, ഈ ചാലിയാറിന്റെ 40 കിലോമീറ്റർ പരിധിയിൽ വരുന്ന 8 പോലീസ് സ്റ്റേഷൻ പരിധികളിലുള്ള പുഴകളിലാണ് പരിശോധന നടത്തുന്നത്. അതിന് പോലീസിന്റെയും മുങ്ങൽ വിദഗ്ധരും ഉൾപ്പെടെയുള്ളവരെ രംഗത്തിറക്കിക്കൊണ്ടുള്ള ഒരു പരിശോധന. ഒപ്പം പോലീസ് ഹെലികോപ്റ്റർ ഉപയോഗിച്ചുകൊണ്ട് സമാന്തരമായ ഒരു പരിശോധന നടത്തും. അതോടൊപ്പം ഈ പുഴയിൽ ഇങ്ങനെ പരിശോധന നടത്തുന്നതിനോടൊപ്പം തന്നെ
മൃതദേഹങ്ങൾ വന്നടിയാൻ സാധ്യതയുള്ള പുഴയോരത്തെ പ്രദേശങ്ങൾ, അതുമായി ബന്ധപ്പെട്ട് ഈ വേരുകളോ മരത്തിന്റെ വേരുകളോ അത്തരത്തിൽ വന്നടിഞ്ഞ് തങ്ങി നിൽക്കാൻ സാധ്യതയുള്ള ഇടങ്ങളിൽ പ്രത്യേക പരിശോധന. അങ്ങനെ കോസ്റ്റ് ഗാർഡും നേവിയും പോലീസും നാട്ടുകാരും മുങ്ങൽ വിദഗ്ധരും ഒക്കെ ഉൾപ്പെടുത്തിയുള്ള പരിശോധന ആ അർത്ഥത്തിലും നടക്കും. ഇതിലേറ്റവും പ്രധാനം, ഇനി എത്ര പരിശോധന നടത്തിയാലും വലിയ പ്രതീക്ഷ, അതായത് ആരെങ്കിലും ഇനി ജീവനോടെ തിരികെ കൊണ്ടുവരാനാകുമെന്നൊരു പ്രതീക്ഷ അതേതാണ്ട് കെട്ടടഞ്ഞ മട്ടാണ്. അതുകൊണ്ട് തന്നെ ഈ കാണാതായ ആളുകൾ, വിവരമില്ല ആളുകൾ, നഷ്ടപ്പെട്ട ആളുകൾ, അതിൽ നല്ലൊരു പങ്കും മരണത്തിന് കീഴടങ്ങിയെന്നുള്ളത് തന്നെയാണ് നിലവിലെ ഒരു അനുമാനം. അവരുടെ മൃതദേഹങ്ങൾ എത്രയും പെട്ടെന്ന് പരമാവധി കണ്ടെടുക്കാനാകുന്നതിന്റെ പരമാവധി എല്ലാം കണ്ടെടുക്കാനാകുമെന്നുള്ള പ്രതീക്ഷ ആർക്കുമില്ല. ചുരുങ്ങിയ ദിവസം കൊണ്ട്, ചുരുങ്ങിയ നാളുകൾ കൊണ്ട് പരമാവധി മൃതദേഹങ്ങൾ കണ്ടെടുക്കുക എന്നുള്ളതാണ്. അത് മുൻനിർത്തിയുള്ള ഒരു ആക്ഷൻ പ്ലാൻ തയ്യാറാക്കിയാണ് അതുകൊണ്ടാണ്. എത്ര ദൂരത്ത് വെച്ചാണ് വാഹനങ്ങൾ ഇപ്പോൾ തടയുന്നത്? ഏതെല്ലാം വാഹനങ്ങൾക്കാണ് നിലവിൽ പാസ് കൊടുക്കുന്നത്? അവിടെ ഒരു ഔദ്യോഗിക വാഹനമാണെന്ന് തോന്നുന്നു ഇപ്പോൾ കടന്നുപോയിട്ടുണ്ട്. മാത്രമല്ല വെളിച്ചം വന്നിട്ടുമില്ല ഇപ്പോൾ. ബിനിൽ, ഏതാണ്ട് ചൂരൽമലയിൽ നിന്ന് 1.5 കിലോമീറ്റർ ഇപ്പുറത്താണ്, 1-2 കിലോമീറ്റർ ഇപ്പുറത്താണ് വാഹനങ്ങൾ തടയുന്നത്. ഇതിൽ NDRFന്റെ വാഹനം അതിൽ അവരെ കടത്തിവിട്ടു. പക്ഷേ ആ ആളുകളെ ഇറക്കിയതിനു ശേഷം വാഹനം മടക്കിക്കൊണ്ട് തിരിച്ചു പോകണമെന്നുള്ളതാണ് നൽകിയിരിക്കുന്ന നിർദ്ദേശം. അതോടൊപ്പം തന്നെ ഈ റെസ്ക്യൂ പ്രവർത്തകർ, വിവിധ സന്നദ്ധ സംഘടനകളൊക്കെ പ്രവർത്തകർ അവരുടെ ഈ ഉപകരണങ്ങളും സാമഗ്രികളും ഒക്കെ ആയിട്ട് വാഹനങ്ങളിൽ വരുന്നുണ്ടായിരുന്നു. ആ വാഹനങ്ങളും തടഞ്ഞു നിർത്തി അവരെയും നടത്തിവിടുകയാണ്. ആംബുലൻസുകൾക്ക് 25 ആംബുലൻസുകൾ മാത്രമായി ഇവിടേക്ക് നിജപ്പെടുത്തിയിരിക്കുകയാണ്. ചൂരൽമലയിലേക്ക് അധികം ആംബുലൻസുകളെ കടത്തിവിടില്ല. 25 ആംബുലൻസുകൾ എന്ന് പറയുമ്പോൾ അത് പ്രത്യേകം പാസ് നൽകി നിരീക്ഷിച്ചാണ് ഈ ആംബുലൻസുകളെ കടത്തിവിടുക. പാസ് ലഭിക്കാത്ത ആംബുലൻസുകളെ ഇവിടേക്ക് കടത്തിവിടുകയുമില്ല. അങ്ങനെ കൂടുതൽ ആംബുലൻസുകൾ കടന്നു പോയി കഴിഞ്ഞാൽ സ്വാഭാവികമായും അത് അവിടെ ഗതാഗത തടസ്സമുണ്ടാക്കും, അത് രക്ഷാപ്രവർത്തനങ്ങളെ ബാധിക്കും എന്നുള്ളത് കൊണ്ടാണ് അത്തരത്തിൽ ആംബുലൻസുകൾക്കും നിയന്ത്രണം ഏർപ്പെടുത്തിയിരിക്കുന്നത്. 25 ആംബുലൻസുകൾക്ക് മാത്രമായിരിക്കും, ഓരോ ദിവസവും 25 ആംബുലൻസുകൾ മാത്രമായിരിക്കും ഈ ബെയിലി പാലം കടത്തി ഉള്ളിലേക്ക് വിടുക എന്നുള്ളതാണ് ലഭിച്ചിരിക്കുന്ന വിവരം. മറ്റൊന്ന്, ഇപ്പോൾ മഴ കനക്കുന്നുണ്ട് എന്നുള്ളതാണ്. രാവിലെ തന്നെ മഴ പെയ്യുന്നുണ്ട്. മഴ ശക്തമായി തന്നെ തുടർന്നാൽ അതും രക്ഷാപ്രവർത്തനങ്ങൾക്ക് വലിയ വെല്ലുവിളിയാകും. ഇന്നലെ വലിയ പ്രതീക്ഷയോടുകൂടി ഇന്നലെയും രക്ഷാപ്രവർത്തനം നടത്തുമ്പോൾ പലപ്പോഴും ഈ മഴ വലിയ വെല്ലുവിളിയും വില്ലനുമൊക്കെയായി മാറുന്ന കാഴ്ച നമ്മൾ കണ്ടതാണ്. ഏതായിരുന്നാലും ഇന്നും സമാനമായൊരു സാഹചര്യം ഉണ്ടാകുമോ എന്നുള്ള ആശങ്കയുണ്ട്. ഇപ്പോൾ ഏതായിരുന്നാലും മഴ തുടങ്ങിയിട്ടുണ്ട്. അത് മഴ ഈ ദുരന്തബാധിത മേഖലകളിലും രക്ഷാപ്രവർത്തനം നടത്തുന്ന ഇടങ്ങളിലുമൊക്കെ തന്നെ വലിയ രീതിയിൽ ഉണ്ടാകുമെന്നുള്ളതാണ് മനസ്സിലാക്കാനാകുന്നത്. നമ്മൾ കുറച്ചുകൂടി കഴിയുമ്പോൾ ഈ മുണ്ടക്കൈ മേഖലയിലേക്ക് പോകും. ഇപ്പോൾ ഇവിടെ എത്തിയ ആളുകളെയൊന്നും ഈ വെളിച്ചം വീഴാത്തതുകൊണ്ട് ചൂരൽ പാലത്ത് നിന്ന് ബെയിലി പാലം കടത്തി അകത്തേക്ക് വിട്ടിട്ടില്ല. അവരെയൊക്കെ അവിടെ നിർത്തിയിരിക്കുകയാണ്. വെളിച്ചം വീണതിന് ശേഷം ഉള്ളിലേക്ക് പോയാൽ മതി എന്നുള്ളതാണ് ഉദ്യോഗസ്ഥർ നൽകിയിരിക്കുന്ന നിർദ്ദേശം. അപ്പോൾ പോലീസിന്റെ ഉന്നത ഉദ്യോഗസ്ഥർ, സൈനിക ഉദ്യോഗസ്ഥർ, അവർക്ക് ഇവിടേക്ക് പ്രവേശനം ഉണ്ടാകും. ഈ രക്ഷാപ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്ന ആളുകൾക്ക് മറ്റാരെയും ഉള്ളിലേക്ക് കടത്തിവിടേണ്ടതില്ല. കർശനമായ നിയന്ത്രണം ഏർപ്പെടുത്താൻ തന്നെയാണ് തീരുമാനിച്ചിട്ടുള്ളത്. രാവിലെ മുതൽ തന്നെ വാഹനം തടഞ്ഞ് ആളുകളെ പോകുന്നു. നമുക്കിപ്പോൾ കാണാം, കുറച്ച് രക്ഷാപ്രവർത്തകർ ഈ റെസ്ക്യൂവിന് വേണ്ടി വന്ന ആളുകളൊക്കെ പോവുകയാണ്. അവരുടെ കയ്യിൽ മൺവെട്ടിയും മറ്റു സാമഗ്രികളും വലിയ വടവും ഒക്കെയുണ്ട്. അപ്പം ഈ മെഷീൻ കട്ടൊക്കെ കൊണ്ടാണ് പലരും വരുന്നത്. ഇതൊക്കെ വാഹനങ്ങളിൽ കൊണ്ടുവന്ന് ഈ സ്ഥലത്ത് ഇറങ്ങിയതിനു ശേഷമാണ് അവരൊക്കെ മടങ്ങിപ്പോയിക്കൊണ്ടിരുന്നത് ഇന്നലെ വരെയും. പക്ഷേ ഇന്ന് അത്തരത്തിലൊരു നിയന്ത്രണം, ഈ സാധനങ്ങളൊക്കെ ചുമന്നുകൊണ്ട് തന്നെ നടന്നു പോകേണ്ട ഒരു സാഹചര്യത്തിലേക്ക്. കാരണം ഒരു കണക്കിന് അത് നല്ലതാണ്. കാരണം ഈ ഇടുങ്ങിയ പ്രദേശമാണ്, ചെറിയ മേഖലയാണ്. അധികം വാഹനങ്ങളും അധികം ആൾക്കൂട്ടവും ഒക്കെ വരുമ്പോൾ ഈ ആംബുലൻസുകൾക്ക് കൃത്യമായി വലിയ ട്രാഫിക് ബ്ലോക്കും ഗതാഗത കുരുക്കുമൊന്നും ഇല്ലാതെ കടന്നു പോകാൻ പറ്റാത്തൊരു സ്ഥിതിവിശേഷമുണ്ട്. അത് ഒഴിവാക്കുന്നതിന് വേണ്ടിയാണ് ആംബുലൻസുകളുടെ സുഗമമായ കടന്നുപോക്കിനും ഒപ്പം രക്ഷാപ്രവർത്തകർക്ക് വലിയ ബുദ്ധിമുട്ടുകളില്ലാതെ അവരുടെ ദൗത്യം നിർവഹിക്കുന്നതിന് വേണ്ടിയാണ് ഇത്തരമൊരു നിയന്ത്രണം ഏർപ്പെടുത്തിയിരിക്കുന്നത്. ഏതായാലും ബിനിൽ, നമ്മൾ സൂചിപ്പിച്ചതുപോലെ 240ഓളം ആളുകളെ കുറിച്ച് ഒരു വിവരം ഇപ്പോഴും ഇല്ല എന്നുള്ളതാണ് ഏറെ സങ്കടകരമായ കാര്യം. ഇപ്പോൾ തന്നെ മരണസംഖ്യ 291 ആയിരിക്കുകയാണ്. ഇന്നിനിപ്പോൾ എവിടെ നിന്നൊക്കെ എത്ര മൃതദേഹങ്ങൾ കണ്ടെടുക്കുന്നു എന്നുള്ളത് ഏറെ പ്രധാനമാണ്. അതോടൊപ്പം തന്നെ 291 എന്ന് പറയുമ്പോൾ അത് ഐഡന്റിഫൈ ചെയ്ത വിവരങ്ങളാണ്, മരണങ്ങളാണ്. അതോടൊപ്പം തന്നെ തിരിച്ചറിയപ്പെടാത്ത ശരീരഭാഗങ്ങൾക്ക് ലഭിച്ച ഒരുപാട് കേസുകളും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. സ്വാഭാവികമായും ഇനി അങ്ങോട്ട് ഈ കാണാതായ ആളുകളിലൊക്കെ എത്ര പേരെ കണ്ടെത്താനാകുമെന്നുള്ളതൊക്കെ ഏറെ പ്രധാനമാണ്. അങ്ങനെ വരുമ്പോൾ മരണസംഖ്യ ഇനിയുമേറെ ഉയരുമെന്നുള്ളതാണ്. അതൊരു പക്ഷേ ഞെട്ടിപ്പിക്കും വിധത്തിലേക്കൊക്കെ കടന്നു പോകുമോ എന്നുള്ളതാണ് ഏറെ കണ്ടറിയേണ്ടത്. ഇതിനോടകം 291 ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ 250ഓളം ആളുകളെ കുറിച്ച് ഇനിയും വിവരമില്ല. ഇതിൽ പകുതിയോളം ആളുകളെങ്കിലും കണ്ടെത്തുക എന്നുള്ളതാണ് ലക്ഷ്യം വെക്കുന്നത്. ഏതായിരുന്നാലും ഒരു 400-ന് മുകളിലേക്ക് 500 അടുക്കുന്ന തരത്തിലേക്ക് മരണസംഖ്യ കുത്തനെ ഉയരുമോ എന്നുള്ളത് തന്നെയാണ് അറിയേണ്ടത്, നോക്കിക്കാണേണ്ടതും. അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ തന്നെ കേരളം കണ്ട ഏറ്റവും വലിയൊരു ദുരന്തമായി ഇത് മാറിയിട്ടുണ്ട്. മരണസംഖ്യ ഇനിയും റോക്കറ്റ് പോലെ കുതിച്ചുയരുന്നൊരു സാഹചര്യം വന്നു കഴിഞ്ഞാൽ കേരളത്തെ സംബന്ധിച്ചിടത്തോളം കേരളത്തിന്റെ ദുരന്ത ചരിത്രത്തിൽ അടയാളപ്പെടുത്തുന്ന ഒന്നായി വയനാട്ട് ഇത്തവണ ഉണ്ടായ
ഈ അപകടം മാറുമെന്ന കാര്യത്തിൽ സംശയമില്ല. ഏതായാലും നമ്മളിപ്പോൾ ആ പ്രദേശത്തേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ചൂരൽ മലയിലെ കൺട്രോൾ റൂമിനടുത്താണ് നമ്മൾ എത്തിയത്. ഉന്നത ഉദ്യോഗസ്ഥരൊക്കെ ഇവിടെ ക്യാമ്പ് ചെയ്യുകയാണ്. അല്പസമയത്തിനകം മറ്റു ഉദ്യോഗസ്ഥരത്തിന് നേതൃത്വം നൽകേണ്ട ഉദ്യോഗസ്ഥരൊക്കെ അല്പസമയത്തിനകം ഇവിടേക്ക് എത്തും. അവരെല്ലാവരും കുറച്ചുകൂടി കഴിയുമ്പോൾ ഈ നേതൃത്വം കൊടുക്കാനായി ചൂരൽ മലയിലേക്ക് പോവുകയും ചെയ്യും. ഇവിടെ നിന്ന് കുറച്ച് ദൂരം കൂടിയുണ്ട് ചൂരൽ മലയിലേക്കും ബെയിലി പാലത്തിലേക്കും.